നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത്? എന്റെ ശബ്ദം ഉപയോഗിച്ച്. മമ്മൂക്ക, അത് ടോണി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ബട്ട് ഐ ആം നോട്ട് എ പേഴ്സൺ ടു ഹെൽപ്പ് യു. ഒരു മർഡർ കേസുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകുക, നാളെ അത് പത്രങ്ങൾ അറിയും, ജനങ്ങൾ അറിയും. ദാറ്റ് വിൽ അഫക്ട് മൈ കരിയർ ആൻഡ് ഇമേജ്. മമ്മൂക്ക, ഇത് ഞങ്ങളുടെ 4 പേരുടെ ജീവന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ നിരപരാധിത്വം അറിഞ്ഞ് സഹായിക്കാൻ ഇന്ന് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഒരു മൂത്ത ചേട്ടനടുത്തുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഇവരെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചത്, നിങ്ങളുടെ അടുത്ത് സഹായം തേടി വന്നത്. അത് തെറ്റായിപ്പോയെങ്കിൽ സോറി, ഐ എം റിയലി സോറി. ഇവിടെ നമുക്ക് പോവാം. ടോണി, ഞാൻ വരാം. ആരെയും കാണുന്നില്ലല്ലോ. കുറച്ചു നേരം കൂടെ നോക്കാം. പിന്നൊരു കാര്യം, കൊലക്കയറാണ് അവരുടെ കയ്യിരിക്കുന്നത്. ഇതൊരു പക്ഷെ മമ്മൂട്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പേരും പറഞ്ഞ് മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആയിരിക്കാം. ആരായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വെട്ടൊന്ന് തുണ്ടൻ 2 എന്ന് പറയാൻ തന്നെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും കാട്ടരുത്. കീപ് സം ഡിപ്ലോമസി. ഗുഡ് ഈവനിങ് മിസ്റ്റർ നായർ. എന്താ ഇപ്പോഴും വിശ്വാസമായില്ലേ? സംശയിക്കണ്ട, മമ്മൂട്ടി തന്നെ. ഞാൻ തന്നെയാണ് ഫോൺ ചെയ്തത്. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കേസിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? വക്കീൽ സാറേ, ഇതൊരു പ്രൊഫഷണൽ ജലസിയൊന്നുമല്ല. ഞാൻ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ട് കാലം കുറയായി. എനിക്ക് ആവശ്യം കുറച്ച് പണമാണ്. ജസ്റ്റ് സം ഓഫ് ₹20 lakhs. 20 ലക്ഷം രൂപയോ? ഞാനോ? എന്തിന്? 20 ലക്ഷം രൂപ ഒരു വലിയ തുക തന്നെയാണ്. പക്ഷേ നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ആ ഡയറി ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോലീസിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഈ വേഷമായിരിക്കില്ല എനിക്ക്. പിടികിട്ടാത്തൊരു കൊലപാതകത്തിന്റെ മർമ്മപ്രധാനമായ ക്ലൂ കണ്ടുപിടിച്ച മമ്മൂട്ടി എന്ന നിലയിലായിരിക്കും ഞാൻ പോലീസിൽ മഹാനാവുന്നത്. ആ ഡയറിയുടെ പേരിൽ RK നായരെ ഞാൻ അകത്താക്കുമെന്ന് മാത്രമല്ല, സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയും. സർവ്വ പത്രങ്ങളിലും വരും, മീഡിയ മുഴുവൻ കവർ ചെയ്യും. പിന്നെ RK നായർക്ക് ഒരിക്കലും ഈ RK നായരായിട്ട് തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എല്ലാവരുടെയും മാന്യത മുഴുവൻ തൂങ്ങി നിൽക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ആ ഡയറി. മമ്മൂട്ടി, യു ആർ ബ്ലാക്ക്മെയിലിംഗ്. അതെ, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഡയറി പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഞാൻ പറഞ്ഞിക്കേണ്ട കാര്യമില്ലല്ലോ. വക്കീലെല്ലാം പറഞ്ഞു കൊടുത്ത് കാണുമല്ലോ. അപ്പോ എവിടെ വെച്ച്, എപ്പോ, എങ്ങനെയാണ് നമ്മുടെ ഡീലിങ്സ്? ഇവിടെ വെച്ചാണ് തീർക്കാവിടാ. താനൊരു മണ്ടനാണല്ലോടോ. ഇമോഷണൽ ആവുമ്പോ ഏത് ബുദ്ധിമാന്മാരും മണ്ടത്തരം കാണിക്കും. എന്നെ വെടിവെച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഡയറി ഭദ്രമായിട്ട് പോലീസിൽ ഏൽപ്പിച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുക്കും വക്കീൽ സാറേ. അപ്പൊ ഞാൻ വരട്ടെ. പണം തരാൻ ഏതായാലും നിങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പിരിയാം. ആ വക്കീൽ സാറേ, കേസൊക്കെ ശരിക്കൊന്ന് പഠിച്ചോളേ. നമുക്ക് കോടതി കാണാം. നിൽക്കൂ, എനിക്കൊന്ന് ആലോചിക്കണം. ഒരു പുല്ലും ആലോചിക്കാനില്ല. 20 ലക്ഷം രൂപ തരാൻ തയ്യാറുണ്ടോ? ശരി, നാളെ ഓഫീസിലേക്ക് വരൂ. ഓഫീസിൽ വന്ന് കൈക്കൂലി വാങ്ങിക്കാൻ ഞാൻ ആര്? തന്റെ യൂണിയൻ ലീഡറോ? എങ്കിൽ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വരാം. അയ്യോ, അത് പറ്റില്ല. കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് എന്റേത്. അവിടെ ഇങ്ങനെ ഒരു ഇടപാടിന് പറ്റിയതല്ല. ശരി, ഏതായാലും ട്രെയിനിൽ വെച്ച് തുടങ്ങിയല്ലേ. നമ്പർ 20 മദ്രാസ് മെയിൽ, അത് വെച്ച് തന്നെ ആകാം ബാക്കിയും. ഏത് ദിവസം? ഇന്ന് ബുധൻ. അപ്പോ അടുത്ത ബുധനാഴ്ച, അതായത് ഡിസംബർ 21. സമ്മതമാണോ? സമ്മതം. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യും? പറഞ്ഞ പണം റെഡിയാക്കി വെക്കുക. വണ്ടി മദ്രാസിലെത്തുന്നതിന് മുമ്പ് ഞാൻ എവിടെ നിന്നെങ്കിലും ഡയറിയുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ?
ഗുഡ് നൈറ്റ്. പിന്നൊരു കാര്യം, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത ശീലം സാറിനുണ്ട്. ട്രെയിനിലും ആവക അഭ്യാസങ്ങൾക്കൊന്നും മുതിരരുത്. തനിയെ വന്നാ മതി. ഈ വക്കീൽ പോലും വേണ്ടെന്നർത്ഥം. വരുന്നുണ്ട്. എന്തായി മമ്മൂക്ക? എന്ത് പറഞ്ഞു? സംശയിക്കാനൊന്നുമില്ല, ആ നായർ തന്നെ എല്ലാത്തിനും പിന്നിൽ. അടുത്ത ബുധനാഴ്ച നമ്പർ 20 മദ്രാസ് മെയിൽ വെച്ച് ചോദിച്ച തുക മുഴുവൻ തരാമെന്ന് സമ്മതിച്ചിരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. കേറ്. Your attention please. Train number 20 Madras Mail going to Madras will arrive on platform number 3 shortly. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 20-ാം നമ്പർ മദ്രാസ് മെയിൽ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. Train number 20 Madras മിസ്റ്റർ നായർ, going to Madras ആ will കഥ leave തുറ. platform number 2 shortly. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എറണാകുളത്ത് നിന്ന് ഒറ്റ വിടലായിരുന്നു ടാക്സിയിൽ, അത് നോൺ സ്റ്റോപ്പ്. മമ്മൂട്ടി സാർ അങ്ങോട്ടാ മദ്രാസേക്കാ? അതെ, കൈ നടത്ത്, കൈയെടുക്കാൻ കൈയാക്കണോ? എല്ലാം നമ്മുടെ പിള്ളേരാ, പേടിച്ചു പോയോ?
കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൈവസി കിട്ടട്ടെ എന്ന് ഞാൻ ഒരു ബോഗി തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. ആരും ഒന്നും ചെയ്യരുത്, വലിയ മനുഷ്യനാണ്. ചട്ടം പിത്തരം കാണിക്കാനുള്ള പുറപ്പാടാണല്ലേ നായർ സാറേ? ഇതൊരുമാതിരി വൃത്തികെട്ട പണിയായി. ഒരല്പം വൃത്തികെട്ട പണിയും ചട്ടം പിത്തരവും ഇല്ല ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുകയല്ല. എടാ സാറിനെ എടുത്താ ക്യാബിനെ കൊണ്ടിരുത്ത്. വേണ്ട, അങ്ങോട്ട് മാറ്. അല്ല ഇയാൾ എന്തോന്നാ വിചാരിച്ചേ ഈ 20 ലക്ഷവും 30 ലക്ഷവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചോ? താൻ എന്റെ ലൈഫ് ശരിക്കൊന്ന് കളിച്ചു. ആ സ്ഥലം സിനിമ സ്ഥലം ഇനി മതി, ബാക്കി ഞാൻ കളിച്ചോളാം. ഡയറിയുടെ ഏതായാലും പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റിക്കുന്നില്ല. ഒരു 101 രൂപയാണെങ്കിൽ തരും. ബി എ ഗുഡ് ബോയ്. ഡയറി ഇടറാ. ദിസ് ഈസ് ചീറ്റിംഗ് മിസ്റ്റർ നായർ. ഡയറി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എവിടെയാടാ ഡയറി? താൻ എന്താ പറഞ്ഞേ? ഈ ബോഗി മുഴുവൻ തന്റെ ആൾക്കാരാണെന്നോ? ട്രെയിൻ എന്താണോ തന്റെ തന്തയുടെ വകയാണോ? എടാ വിരട്ടാതടോ. താൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ പണി കാണിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ? താൻ എന്ത് വിചാരിച്ചു? ഞാൻ ഡയറിയും കഷത്തി വെച്ച് കൈയും വീശും ഇങ്ങോട്ട് വരുമെന്നോ? പാവം. ഏതായാലും ഡയറി തൽക്കാലം എന്റെ കൈവശം ഇല്ല. എന്ന് വെച്ച് ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ല, തരും. പക്ഷേ ഇവിടെ വെച്ചല്ല, സേലത്തെത്തുമ്പോ. അവിടെ നിന്ന് എന്റെ കൂടെ പിള്ളേര് കയറി. തനിക്കറിയാവരെ, നമ്മുടെ ടോണിയും കൂട്ടരും. ടോണിയെ താൻ അറിയില്ലേ? ഇനിയിപ്പോ സേലത്തെത്തുമ്പോ എന്നെ അങ്ങ് കുത്തി മലത്തി പിള്ളേരെയും കൊന്ന് ഡയറി എടുത്തോണ്ട് പോകാന്ന് വിചാരിക്കണ്ട. അതൊന്നും നടക്കില്ല. ഞാൻ ഈ കർച്ചീഫ് വീശി കാണിക്കാതെ അവർ ഈ ബോഗി കയറില്ല. തനിക്ക് ഡയറിയും കിട്ടില്ല. 20 ലക്ഷം രൂപ തന്നിട്ട് നിന്റെ ഡയറി എനിക്ക് വേണ്ട. വേണ്ട? അല്ലാതെ തന്നെ ഡയറി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടുത്ത സ്റ്റേഷൻ ഈ റോഡാണ്. ഞാനും എന്റെ കുറെ ആൾക്കാരും അവിടെ ഇറങ്ങും. നേരെ കാർ എടുത്ത് പോയി ഈ വണ്ടി സേലത്തെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെ എത്തും. 3-4 പിള്ളേരെ തപ്പിയെടുക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അതുവരെ നീ ഇവിടെ ഇരിക്കും. കട്ടടാ. നിങ്ങൾ 4 പേര് എൻ്റെ കൂടെ വരണം. ഇവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാരും അകത്ത് പോയി. നീ ഇപ്പൊ വരണ്ട. സേലം എത്തുന്നവരെ ആര് വിളിച്ചാലും തുറക്കണ്ട. ഓക്കെ സാർ.